+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ Prepwise, Kerala's #1 CUET കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിംഗ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹലോ എവരിവൺ. ഇപ്പോൾ ടാർഗറ്റ് CUET 2023ലേക്ക് 2023യുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിസിക്സിന്റെ CUET 2022 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ എന്തുകൊണ്ട് ടാർഗറ്റ് CUET 2023 എന്ന് പറയുന്നത്, നമുക്ക് ഇനി ഇപ്പം 2023 തുടങ്ങി. ഇപ്പം നമുക്ക് ഈ വർഷത്തെ CUET എക്സാം ഒക്കെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു എയ്ഡ് ആയിട്ടാണ് Prepwise നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ CUET പേപ്പറിന്റെ സൊല്യൂഷനാണ്. കാരണം CUET എന്ന രീതിയിൽ ഈ ഒരു എക്സാം വന്നത് കഴിഞ്ഞ വർഷം തൊട്ടാണ്. അപ്പം നമുക്ക് ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ കഴിഞ്ഞ വർഷമാണ്, നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം പലർക്കും ഇപ്പോഴും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് CUETയുടെ പ്രിപ്പറേഷനും കാര്യത്തിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് Prepwise എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ 2023 അതായത് ഈ വർഷം നിങ്ങൾ CUETക്ക് അപ്പിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ +2 പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ ഇൻഫർമേഷൻസും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണാം. അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൂടുതൽ CUETനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും അപ്പം കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ 2024 CUETക്ക് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു +1 സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അതിന്റെ ഒരു സെപ്പറേറ്റ് ലിങ്കും താഴെ കാണാവുന്നതാണ്. അത് കയറി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ CUETനെ കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ without further ado, we can start with the session. Okay, so we can go to the first question. First question എന്താണ് തന്നിരിക്കുന്നത്? ഒരു മാച്ച് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് കൈൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിരിക്കുന്നത് 4 ഡിഫറെന്റ് വേവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം. റേഡിയോ വേവ്സ്, എക്സ്റേസ്, ഇൻഫ്രാറെഡ് റേസ്, അൾട്രാ വയലറ്റ് റേസ്, അതിന്റെ ഒക്കെ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ തന്നിരിക്കുന്നത് ടു ട്രീറ്റ് മസ്കുലർ സ്ട്രെയിൻ, ഫോർ ബ്രോഡ്കാസ്റ്റിംഗ്, അബ്സോർബ്ഡ് ബൈ ദ ഓസോൺ ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ടു ഡിറ്റക്ട് ദ ഫ്രാക്ചർ ഓഫ് ബോൺസ്. അപ്പൊ നമുക്കറിയാം റേഡിയോ വേവ്സ് ഒക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് പർപ്പസിനൊക്കെയാണ്. അപ്പം ഇത് സെക്കൻഡ് ആണ്. എക്സ്റേസ് യൂഷ്വലി നമ്മൾ എക്സ്റേ എടുക്കാൻ, എല്ലു കുട്ടികളൊക്കെ എക്സ്റേ എടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് B4 ആണ് നമുക്കറിയാം. ഇൻഫ്രാറെഡ് റേസ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുള്ളത് മസ്കുലർ സ്ട്രെയിൻ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. അടുത്തത് അൾട്രാ വയലറ്റ് റേസ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ ഓസോൺ ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ, റേറ്റിംഗ് ഒത്തിരിയാണ്, നമ്മൾ വളരെ ഈസി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് a dielectric slab of a material of dielectric constant K with same area as that of plates and thickness 2/5D is inserted between the plates of parallel plate capacitor. If the original distance between the plates is D and the initial capacitance is C, find the new capacitance C new of the capacitor. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, ഒരു ഡയലക്ട്രിക് സ്ലാബ് ഉണ്ട്. അത് നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സപ്പോസ് ദിസ് ഈസ് അവർ കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അത് നമ്മളൊരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തിക്നെസ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 2/5D തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടോട്ടൽ തിക്നെസ് ലെറ്റ് ഇറ്റ് ബി D എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇനി നമുക്കറിയാം കപ്പാസിറ്റൻസ് C is equal to Q/V. അതേപോലെ തന്നെ നമുക്കൊരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വരുമ്പോൾ എപ്സിലോൺ D/A, റൈറ്റ്? സോറി എപ്സിലോൺ A/D, എപ്സിലോൺ A/D. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്തു? ഇതിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഞാൻ ഇവിടെ ഈ ഒരു ഫിഗർ ആക്കിയാണ്. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V is equal to E into T plus E0, അതായത് നമ്മുടെ ഇനീഷ്യൽ സാധനം, into D minus T, where T is the thickness.
നമുക്കറിയാം V is equal to E into 2D by 5 plus E naught into 3D by 5. നമുക്ക് ഇവിടെ വേറെ അറിയാം E naught എന്താണെന്ന് നമുക്കറിയാം, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ലെറ്റ്സ് സേ നമുക്ക് വേറെ ഇക്വേഷൻ എന്താ പറയാ, നമ്മൾ ഡയലക്ട്രിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് E naught by E is equal to K എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ E naught നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ V is equal to E naught into K 2D by 5 plus 3D എന്ന് കിട്ടും, 3D by 5 എന്ന് കിട്ടും, റൈറ്റ്? അങ്ങനെയല്ലേ നമുക്ക് കിട്ടുക, സോറി ബൈ കെ എന്ന് കിട്ടും. സോറി, ഇവിടെ നമ്മൾ ഇ പുറത്തെടുക്കുമ്പോൾ ദാറ്റ് മീൻസ് ഇ ബൈ ഇ നോട്ട്, സോറി അവിടെ ഇ ബൈ ഇ നോട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇ ബൈ ഇ നോട്ട് ഇസ് ഈക്വൽ ടു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ, റൈറ്റ്? നമുക്ക് ഇത്രയും കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ്, ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി ഇസ് ഈക്വൽ ടു ഇ ഡി ഇ നോട്ട് ബൈ 5k into 2 plus 3k എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങളെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരും, ഈ സൈഡിലേക്ക് കൊണ്ടുവരും. ഞാൻ ഇവിടെ വായിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് എന്താ, നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ കിട്ടി. പൊട്ടൻഷ്യലിൽ നിന്ന് നമുക്ക് ഇനി ഇതിന്റെ ഇ നോട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. ഇ നോട്ട് ഇസ് ഈക്വൽ ടു, അതായത് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ എ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതറിയാം. അത് നമ്മളിവിടെ ഇ നോട്ടിന്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ ബൈ 5 എപ്സിലോൺ എ എന്ന് കിട്ടി. സോ ആൻഡ് ഫൈനലി സി ന്യൂ, നമ്മുടെ പുതിയ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സി ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ വി ആണ്. അപ്പൊ വിയുടെ അടുത്ത് നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് വിൽ ബി ഡി ക്യൂ ബൈ 5 എപ്സിലോൺ നോട്ട് എ ഇൻറ്റു 2 പ്ലസ് 3k. നമ്മുടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ക്യൂ ക്യാൻസൽ ആവും. അതോടൊപ്പം തന്നെ വിൽ ഗെറ്റ് ദിസ് ആസ് 5k into epsilon naught, or ഈ epsilon d by a എന്തായിരിക്കും? സോറി, epsilon a by d എന്തായിരിക്കും? നമ്മൾ അത് മാറ്റി എഴുതുമ്പോൾ it will be c. So the correct answer is option 4, 5k divided by 3k plus 2 whole into c. Okay, നമുക്ക് നമ്മുടെ ഇതേ ഡെറിവേഷൻ നമ്മൾ മുന്നേയും ക്ലാസ്സിലും ചെയ്തതാണ്. ലൈക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേ ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്. സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ഇലക്ട്രോൺ ബീം ഓഫ് എനർജി ഇ സ്കാറ്റേഴ്സ് ഫ്രം ആറ്റംസ് ഓൺ എ സർഫേസ് വിത്ത് എ സ്പേസിംഗ് d is equal to 0.9 nanometer. The first maximum of intensity in the reflected beam occurs at 60 degree. What is the kinetic energy of the beam in electron volts എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ സ്പേസിംഗ് എത്ര തന്നിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് മാക്സിമം ഒക്കെ പറയുന്ന ഏത് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. നമുക്കറിയാം എന്താ, 2d sin θ ഫസ്റ്റ് മാക്സിമം ആയതുകൊണ്ട് ലാംഡ ആയിരിക്കും. സോ 2d sin θ is equal to ലാംഡ എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 2d and sin θ over here. 2d എന്ന് പറയുമ്പോൾ 0.9 നാനോമീറ്റർ ഇൻറ്റു സൈൻ 60 എത്രയാണ്? √3/2. സോ നമുക്കിവിടെ നമ്മുടെ വേവ് ലെങ്ത് എത്ര കിട്ടി? വേവ് ലെങ്ത് വിൽ ബി കമ്മിങ് ഔട്ട് ടു ബി 0.9 ഇൻറ്റു √3 നാനോമീറ്റർ. ഓക്കെ, നമുക്ക് വേവ് ലെങ്ത് എത്രയാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നമ്മുടെ നമ്മുടെ മൊമെന്റം എന്താണെന്ന് അറിയാം. h ബൈ ലാംഡ അറിയാം. h is Planck's constant. 6.62 into 10 raised to minus 34 divided by 0.9 into √3 into 10 raised to minus 9. ഇത്ര ജൂൾസ് ആണ് നമുക്ക് കിട്ടും. അതെ, സോറി, ഇത്ര നമ്മുടെ മൊമെന്റം കിട്ടി. ഇവിടെ നമ്മുടെ മൊമെന്റം കിട്ടി. മൊമെന്റത്തിൽ നമുക്ക് എന്താണ് ഇരിക്കാൻ പറ്റും? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് മൊമെന്റം സ്ക്വയർ ബൈ എം എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അത് അവിടേക്ക് നമ്മുടെ ഈ മൊമെന്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് കമ്മിങ് ഔട്ട് ടു ബി 8.49 ഇൻറ്റു, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നോക്കണം. 8.49 ഇൻറ്റു 10 raised to minus 25 എന്ന് കിട്ടി. സോ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഓവർ ഹിയർ ആൻഡ് നമുക്ക് ഇവിടെ മാസ് ഇലക്ട്രോൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ മാസ് എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10 raised to minus 31, റൈറ്റ്? 10 raised to minus 31. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഇസ് കമ്മിങ് ഔട്ട് ടു ബി 2.46
0.77 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് കുറച്ച് ഇൻകറക്റ്റ് ആണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ ഇലക്ട്രോൺ വോൾട്ട്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഇത് നമ്മളിവിടെ ഇത് നമുക്കൊരു ഇലക്ട്രോൺ വോൾട്ട്സിൽ കിട്ടുന്ന ഇവിടെ നമുക്ക് ജൂൾസ് കിട്ടും. ആ കിട്ടുന്ന ആൻസർ നമ്മൾ ഡിവൈഡ് ബൈ 1.67 10⁻⁻19 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.477 ഇലക്ട്രോൺ വോൾട്ട്സ് എന്നാണ്. ബട്ട് ഈ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കാണുന്നില്ല. ബിക്കോസ് ഇലക്ട്രോൺ വോൾട്ട്സിൽ നമ്മുടെ ഒന്നിന്റെയും വാല്യൂസ് തന്നിരിക്കുന്നത്. സോ ദ ഓപ്ഷൻസ് ഇസ് എ ലിറ്റിൽ ബിറ്റ് കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ബട്ട് ദ കറക്റ്റ് ആൻസർ വിൽ ബി 2.477 ഇലക്ട്രോൺ വോൾട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഒരു ഐ ഗസ് ഓക്കെ ഇവിടെ നമുക്ക് യുറാനിയം ഡീകേ രണ്ട് ഇതിലേക്ക് ഡീകേ ആവുമോ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? യുറാനിയം 238 എന്തൊക്കെ മാറും എന്നാണ് തന്നിരിക്കുന്നത്. Pa231 പ്ലസ് 1 പ്രോട്ടോൺ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഈ ഒരു ഡീകേ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഡീകേ നടക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് ഇതിന്റെ അറ്റോമിക് മാസസ് നമ്മൾ എന്ത് ചെയ്യും? ഈക്വേറ്റ് ചെയ്തേക്കും. അപ്പൊ നമുക്കറിയാം യുറാനിയത്തിന് എത്രയാണ്? 238.05079. ഇതിൽ നിന്ന് ഇത് രണ്ടും നമ്മൾ കുറയ്ക്കുക. ഓക്കെ, മൈനസ് 0.5121 മൈനസ് 1.00783. ഇത് ഇൻറ്റു 931.2 ചെയ്താൽ നമുക്ക് ഇതിന്റെ ലൈക്ക് ഇത് ഇസ് ഇറ്റ് പോസിബിൾ അല്ലേ നമുക്ക് മനസ്സിലാവും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിബിൾ അല്ല. സോ നമ്മളിത് ചെയ്ത് നോക്കുമ്പോൾ ദിസ് ഈസ് കമ്മിങ് ഔട്ട് ടു ബി സം നെഗറ്റീവ് വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡീകേ കനോട്ട് ബി പോസിബിൾ ആസ് ക്യൂ ഇസ് നെഗറ്റീവ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. നമ്മൾ ഇതിന്റെ അറ്റോമിക് മാസസ് ഒക്കെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡീകേ ആവുന്ന സാധനങ്ങൾ ഇതിൽ നമ്മുടെ എലമെന്റിന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. എ കണ്ടക്ടർ ഹാസ് നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആസ് ഷോൺ. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is applied to the conductor. Choose the correct equation for J is current density എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കറന്റ് ഡെൻസിറ്റി എന്താണെന്ന് അറിയാം. കറന്റ് ഡെൻസിറ്റി എന്താണ്? J is equal to I/A. അപ്പൊ കറന്റ് ഡെൻസിറ്റി ഓൾമോസ്റ്റ് എല്ലാ സമയത്തും കറന്റ് ഡെൻസിറ്റി അക്രോസ് എ കണ്ടക്ടർ ഇസ് ഈക്വൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ ഏരിയ എന്താണ് ഇതില്? സർക്കുലർ ഏരിയാസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? πr² എന്ന് എഴുതാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് J πr² is a constant. So it will be പൈയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് JR² is a constant. So J1 R1² equal to J2 R2². ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ വർക്ക് ഡൺ ടു സെപ്പറേറ്റ് ടു ചാർജസ് which are placed 3 centimeter apart in vacuum and no external external field is present എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കേസിൽ നമുക്ക് 2 ചാർജസ് ഉണ്ട്. അതൊരു 3 സെന്റിമീറ്റർ അപ്പാർട്ടിൽ വെച്ചതാണ്. അപ്പൊ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ 3 സെന്റിമീറ്റർ അപ്പാർട്ടുള്ള സാധനം നമ്മൾ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവെക്കണം. എന്നാണ് നമ്മൾ സെപ്പറേറ്റഡ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കറിയാം വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ചാർജസ് ഒക്കെ നമുക്കറിയാം. നമുക്ക് എഴുതാൻ പറ്റും KQA QB ഡിവൈഡഡ് ബൈ R ഇനീഷ്യൽ മൈനസ് KQA QB ഡിവൈഡഡ് ബൈ R ഫൈനൽ. R ഫൈനൽ എന്താണ്? അത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇത് 0 ആയി. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ടു ബി 9 × 10⁹9 into minus 6 nanocoulomb into 4 nanocoulomb divided by 3 × 10⁻⁻2 centimeter. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ടു ബി 9 × 6 × 4 minus into 10⁻⁹9 10⁻⁻9. So it is coming out to be
10 raised to minus 7. So this is approximately minus 7.2 into 10 raised to minus 6 joules. So the correct answer is option number 2. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജസ് ഫ്രം 1 പ്ലസ് എന്നിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 concentric circular coils, one of small radius r1 another of larger radius r2 are placed coaxially. So mutual inductance in the 2 coils are. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കോയിൽ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ചെറിയൊരു കോയിൽ ഉണ്ട്. ദിസ് ഇസ് R1 and this is R2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ടൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഫ്ലക്സ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ഏരിയ. നമുക്ക് ഇതിന്റെ സ്മോളർ റേഡിയസിന്റെ എന്തായാലും നമ്മൾ എന്ത് എഴുതാൻ പറ്റും, പൈ R1 സ്ക്വയർ ഇൻടു ബി എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ക്യാൻ ബി പൈ R1 സ്ക്വയർ ഇൻടു ബി. ദിസ് ഇസ് പൈ R1 സ്ക്വയർ. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ലാർജർ നമ്മുടെ ലാർജർ കോയിൽ എന്താണ്, μ0/2 I2. അതിലൂടെ I2 കറണ്ട് ആണ്, കറണ്ട് തോന്നുന്നെങ്കിൽ I2/R2. ഓക്കെ, അപ്പൊ ഫ്ലക്സ് എത്രയാണ്? അപ്പൊ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഫ്ലക്സ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഇൻടു I2 is equal to 5 എന്ന് എഴുതാൻ പറ്റും. സോ റൈറ്റ് മ്യൂച്വൽ ഇൻഡക്ടൻസ് നമ്മൾ I അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുക. പൈ R1 സ്ക്വയർ μ0 divided by 2R2. Correct answer is option 3. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താണോ പഠിച്ചത് അത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ഇവിടെ നമ്മൾ ചെറിയ ട്രിക്കി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡ്യൂ ടു ദിസ് വൺ ഷുഡ് ബി ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡ്യൂ ടു ദിസ് വൺ. ആൻഡ് നമുക്ക് ചെറിയതിന്റെ ഏരിയ അറിയാം, വലുതിന്റെ എന്തോ അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് എ കറണ്ട് I2 is passing through it. Okay, next question എന്താണ്? The ratio of contributions made by electric field and magnetic field components to the intensity of EM wave is, where the C is the speed of light in the vacuum. നമ്മൾ ചോദിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും കോൺട്രിബ്യൂഷൻ ഏത് റേഷ്യോയിലാണ്? That is obviously in 1:1 ratio. So option 4 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ദ ഫോർമുല ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഗിവൺ ബൈ നെഗറ്റീവ് d∅b/dt. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് സൈൻ ഇൻ ദ അബവ് ഫോർമുല? അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫോർമുല നെഗറ്റീവ്, അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദ direction of induced current is in the opposite direction. Okay, induced current is in the opposite direction. The closed loop option number 2 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Superconductors completely expel the magnetic field lines. This phenomenon is called as Meissner effect. നമുക്ക് ഇതൊരു like theoretical kind of question ആണ്. So option number 3 Meissner effect. Okay, ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നിങ്ങൾ CUT പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് 2 or 3 months നമുക്ക് CUTയുടെ അപ്ഡേറ്റ്സ് ലൈക്ക് എക്സാംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലൈക്ക് യു ആർ ഗോയിങ് ടു ഫേസ് ഒരു നല്ല ഒരു നിങ്ങളെ നീറ്റ് JEE പോലത്തെ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ സയൻസ് സബ്ജക്റ്റിലാണ് നോക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ നീറ്റ് JEE പോലത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഈ CUT എക്സാംസിന് പ്രിപ്പയർ ചെയ്യും. അപ്പൊ നിങ്ങൾ CUT മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ പണി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം നമ്മൾ കോമ്പറ്റീഷൻ കുറച്ചുകൂടി വലുതാണ്. അതേപോലെ തന്നെ CUT നമ്മുടെ ഇന്ത്യയിലെ തന്നെ മികച്ച കോളേജസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങി തരുന്ന ഒരു എക്സാം ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് 2023 CUT നിങ്ങളെ സഹായിക്കാനായിട്ട് Prepwise നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സയൻസ് സ്ട്രീം ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിൽ നിങ്ങൾക്ക് CUT പ്രിപ്പറേഷൻസ് നൽകി വരുന്നുണ്ട്. ക്ലാസ്സസ് ഒക്കെ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നത്. നോട്ട്സ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റ് പോലത്തെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള സഹായത്തിന് വേണ്ടി മോക്ക് ടെസ്റ്റ്,
ടോപ്പിക് ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ മോണിറ്റർ ചെയ്യാനും നിങ്ങളുടെ ഗ്രോത്തിനെ സഹായിക്കാനും വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് മെന്റർ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അവരുമായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് നേരിടാം. സോ നിങ്ങളിപ്പം 2023 CUET എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും, അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നലെ സെഷൻ നടത്താം. താങ്ക് യു ഫോർ സീയിങ്. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്. ഹലോ എവരിവൺ. ഇപ്പം ടാർഗറ്റ് CUET 2023 ഭാഗമായിട്ട് ഞാൻ ഇന്ന് കുറച്ച് ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ വർഷം അതായത് CUET 2022 വന്ന ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ, സൊല്യൂഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ലൈക്ക് ഇപ്പൊ 2023 CUET വരുന്ന 2-3 മാസത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോവാണ്. അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പൊ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ പ്രിപ്പയർ ചെയ്യുന്ന സമയം ഓൾറെഡി അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എസ്പെഷ്യലി സയൻസ് സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കോളേജിലേക്ക് കയറാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റുഡൻസും ഈ ഒരു പരീക്ഷ, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഈ ഒരു പരീക്ഷ നൽകുന്നതാണ്. JEE എഴുതുന്നവരായിക്കോട്ടെ, നീറ്റ് എഴുതുന്നവരായിക്കോട്ടെ, അവരൊക്കെ ഈ ഒരു പരീക്ഷ എന്തായാലും അവർക്കൊരു മിസ്സാക്കേണ്ട രീതിയിൽ അവരും എഴുതുന്നതായിരിക്കും. അപ്പം അവരോടൊക്കെയാണ് നമ്മളിപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പം ആ മത്സരത്തിൽ നമുക്ക് ഒരു മുൻതൂക്കം കിട്ടണമെങ്കിൽ നമുക്ക് അതിലുള്ള പ്രാക്ടീസും നോളജും വേണം. സോ നോളജ് നമുക്ക് ബുക്ക് വായിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് നേടാൻ പറ്റും. പ്രാക്ടീസ് ആണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പം CUET 2022 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സെക്കൻഡ് എഡിഷനാണ് 2023 വരാൻ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രെപ്വൈസിന്റെ ഒരു വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾ +2 സ്റ്റുഡന്റ് ആണെങ്കിൽ CUET 2023 ലിങ്കിൽ കയറാം. നിങ്ങൾക്ക് അവിടെ CUET ആയിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ +1 സ്റ്റുഡന്റ് ആണെങ്കിൽ 2024 വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഒരു വാട്സപ്പ് ലിങ്ക് കൂടി നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 2 particles A1 and A2 of mass M1 and M2 have the same de Broglie's wavelength. Then their momenta and energies are. Okay, നമുക്കറിയാം നമ്മൾ de Broglie's wavelength എന്താണ്? Lambda is equal to h/p. ഓക്കെ, h/p ആണെന്നുള്ളത് നമുക്കറിയാം. ഇഫ് നമുക്ക് de Broglie's മൊമെന്റത്തിൽ നിന്ന് നമുക്ക് എനർജിയിലേക്ക് എങ്ങനെ പോകാൻ പറ്റും? മൊമെന്റം is equal to mv. So 1/2 p square by m will be half mv square. അതായത് നമ്മുടെ എനർജി ആയി. സോ ഇതിൽ നിന്ന് നമുക്ക് എനർജി കിട്ടി. അപ്പൊ നമുക്ക് de Broglie's wavelengthൽ നിന്ന് നമുക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കാൻ നോക്കാം. അപ്പം രണ്ടിലും നമുക്ക് തന്നിരിക്കുന്നത് 2 മാസമുള്ള സംഭവത്തിന്റെ de Broglie's wavelength സെയിം ആണ്. ഇപ്പൊ λ1 by λ2 1 ആണെന്നുണ്ട്. ആ ഒരു കേസിൽ എന്തായിരിക്കും? P2 by P1 1 തന്നെ ആയിരിക്കും. കാരണം P2 by P1 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് രണ്ടിന്റെ മൊമെന്റം രണ്ടിന്റെയും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിത് മൊമെന്റം സെയിം ആണെങ്കിൽ നമുക്കറിയാം 1/2 p square by m സെയിം ആയിരിക്കും. അങ്ങനത്തെ 1/2 p square by m ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മൊമെന്റം രണ്ടിനും സെയിം ആണ്. അപ്പം എനർജിയുടെ കേസിലേക്ക് വരുമ്പോൾ അവിടെ മാസ് ആണ് അടുത്ത ഡിറ്റർമിനിങ് ഫാക്ടർ. അപ്പം മാസ് ഏതിനാണ് കൂടുതൽ? M1-നാണ് കൂടുതൽ. അപ്പം നമുക്ക് M2-യുടെ എനർജി ആയിരിക്കും കൂടുതൽ. സോ A1, അപ്പം A2-യുടെ എനർജി കൂടുതലായിരിക്കും. സെയിം മൊമെന്റം ആയിരിക്കും, ബട്ട് A2-ന് എനർജി കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് 2 കോയിലുകൾ തന്നിട്ടുണ്ട്. രണ്ടിന്റെയും റേഡിയസും നമുക്ക് തന്നിട്ടുണ്ട്. ഒരു റേഡിയസ് 6, രണ്ടിന്റെ കോയിലിന്റെ റേഡിയസ് 3r ആണ്. ഒരു റേഡിയസിലൂടെ 18 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക്
ഒരു പോയിന്റ് പി ഇവിടെ തന്നിട്ടുണ്ട്. ആ പോയിന്റ് പിയിലേക്ക് അവിടെയുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആവണമെങ്കിൽ ഈ ഒരു I2 എത്ര ആയിരിക്കണമെന്നാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, 2 coils having radius r and 3r respectively are placed at a distance 4r apart as shown in the figure. The value of current I2 in the coil 2 for which the net magnetic field at the point P will be 0 is given by 9, 1 ampere, 2 ampere and 3.5 ampere. നമുക്കറിയാം the magnetic field due to a coil along its axis എന്താണ്? That is mu naught I r square divided by 2 x square plus r square raised to 3/2. ഇതില് r എന്ന് പറയുന്നത് നമ്മുടെ കോയിലിന്റെ റേഡിയസും x എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ ഡിസ്റ്റൻസും ആണ്. അപ്പൊ നമുക്ക് I1 കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പിയും I2 കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പിയും ഈക്വൽ ആയിരിക്കണം. സോ I1 കാരണം എന്തായിരിക്കും? mu naught, you can write mu naught I1 r, അതിന്റെ റേഡിയസ് എത്രയാണ്? r സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into x സ്ക്വയർ. x എന്താണ് ഇവിടെ? x is equal to നമുക്ക് 3r ആണ്. അപ്പൊ 3r whole square plus r square raised to 3/2 is equal to, നമുക്ക് രണ്ടാമത്തെ എന്താണ്? I0 mu naught into I2 into ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 3r ആണ്. അപ്പൊ 9r square divided by, അല്ലെങ്കിൽ 3r whole square, 3r whole square divided by 2 into, ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് r ആണ്. സോ r square പ്ലസ് അതിന്റെ റേഡിയസ് എത്രയാണ്? 3r ഹോൾ സ്ക്വയർ റേസ് ടു 3/2. ഈ ഒരു കേസിൽ നമുക്ക് അടിയത്തെ ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോകുന്നത് കാണാൻ പറ്റും, മ്യൂ ക്യാൻസൽ ആയി പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് I1 is equal to 9I2 എന്ന് കിട്ടും. സോ I1 എത്രയാണ് നമുക്കറിയാം? 18 ആംപിയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ I2 will be 2 ആംപിയർ. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Monochromatic light of frequency 6 into 10 raised to 14 hertz is produced by a laser. The power emitted is 2.8 into 10 raised to minus 3 watt. The average number of photons emitted per second by the source is, നമുക്ക് average number of photons ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം for power is equal to nh into nu. ഓക്കെ, പവർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2.8 into 10 raised to minus 3 is equal to n എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് h എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10 raised to minus 34 into നമ്മുടെ ലേസറിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 6 into 10 raised to 14. From here n is equal to 7 into 10 raised to 15. So option 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 wires of equal thickness, one of copper and the other of constant and have the same resistance. Okay, what can be said about their lengths? Length of copper wire will be more than that of constant and. Length of constant and will be more than that of copper. Both will have the same length. Insufficient data to draw any conclusion. Okay, അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഈക്വൽ തിക്നെസ് ഉള്ള വയറുകൾ ഉണ്ട്. ഓക്കെ, ഒന്ന് കോപ്പറിൻ്റെതാണ്, ഒന്ന് കോൺസ്റ്റന്റാൻ്റെതാണ്. രണ്ടിനും സെയിം റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെങ്ത്തിനെ കുറിച്ചുള്ള ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം R is equal to resistivity into length by area. ഇവിടെ ഏരിയ സെയിം ആണ്, റെസിസ്റ്റിവിറ്റി ആണ് ഇവിടെ ഡിറ്റർമിനിങ് ഫാക്ടർ. ആറും ഏരിയയും സെയിം ആണ്, റെസിസ്റ്റൻസും ഏരിയയും സെയിം ആണ്. അപ്പൊ റെസിസ്റ്റിവിറ്റി ആണ് നമ്മുടെ ഡിറ്റർമിനിങ് ഫാക്ടർ. സോ റോ കോൺസ്റ്റന്റ്. ഈ ഒരു കേസിൽ നമുക്കറിയാം കോപ്പറിനാണ് കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ളത്. ആ ഒരു കേസിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ആർ കോപ്പർ ഇൻടു ലെങ്ത് ഓഫ് divided by length of constant and equal to length of constant and divided by length of copper. From here നമുക്ക് അല്ലെങ്കിൽ എന്ത് പറയാം? R is inversely proportional to length, അല്ലെങ്കിൽ length is inversely proportional to resistivity. അപ്പം റെസിസ്റ്റിവിറ്റി കൂടുതലുള്ളതിന് കുറവ് ലെങ്ത് മതി എന്നാണ് പറയുന്നത്, കുറവ് ലെങ്ത് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, കോൺസ്റ്റന്റ് ആണ് കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉള്ളത്. അപ്പം നമുക്ക് കോൺസ്റ്റന്റ് കുറവ് ലെങ്ത് ആയിരിക്കും. സോ ഓപ്ഷൻ 1, അതായത് ലെങ്ത് ഓഫ് കോപ്പർ വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് the phenomenon of resonance is common among systems that have a tendency to oscillate at a particular frequency. This frequency is called as system's natural frequency. Okay, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് in an LCR circuit, LCR series circuit, at resonance RMS current will be minimum. At resonance circuit is said to be pure resistive. At resonance power factor is unity. At resonance average power is 0. At resonance the voltage across the resistor is equal to the voltage across the conductor. നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം കറണ്ട് നമ്മുടെ V/R. ഈ ഒരു നമ്മുടെ LCR സർക്യൂട്ടിൽ നമ്മൾ Z ഇംപീഡൻസ് എന്ന് പറയും. So impedance Z is equal to root of R square into XL minus XC whole square. അപ്പം at resonance എന്താ സംഭവിക്കുക? XL is equal to XC ആണ്. അപ്പം ഈ ഒരു ടേം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ടേം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ Z will be equal to R. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും at resonance a circuit is said to be pure resistive. അതേപോലെ തന്നെ നമുക്കറിയാം പവർ ഫാക്ടർ അറ്റ് റെസണൻസ് എത്രയായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആൻഡ് സി ആർ കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഓപ്ഷൻ എയിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറ്റ് റെസണൻസ് RMS കറണ്ട് വിൽ ബി മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം RMS കറണ്ട് മിനിമം ആയിരിക്കോ മാക്സിമം ആയിരിക്കോ? ഇറ്റ് വിൽ ബി ദ മാക്സിമം ബിക്കോസ് ഫോർ ഓൾ അതർ റെസണൻസ് അല്ലാത്ത ബാക്കി എല്ലാ വാല്യൂസിലും R കൂടുതൽ, ഈ Z കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ ഇത് ഇറ്റ് വിൽ ബി മാക്സിമം അറ്റ് റെസണൻസ്. സോ ബി ആൻഡ് സി ആർ ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് അലൗഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് TO. ഓക്കെ, ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് അലൗഡ് orbit of hydrogen atom will be. നമുക്കറിയാം ടൈം പീരീഡ് is directly proportional to the number of the allowed orbit ന്റെ നമ്പർ. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഫസ്റ്റ് ഓർബിറ്റില് T1/T2 is equal to N1 cube by N2 cube. നമുക്ക് N1 എന്താണ്? 1 cube divided by സെക്കൻഡ് ഓർബിറ്റ് വരുമ്പോൾ 2 cube, that will be 1/8. നമുക്ക് T1 എന്താണ് പറഞ്ഞത്? T1 എന്ന് പറയുന്നത് നമ്മുടെ TO ആണെങ്കിൽ T2 എന്തായിരിക്കും എന്നല്ല, സോറി T1 നമുക്ക് ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിൽ എന്തായിരിക്കും? TO, സോറി T2, this will be TO. so T2 is equal to 8 times TO. ഓപ്ഷൻ 3 is the right answer. ഈ ഒരു റിലേഷൻ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു ഇംപീഡൻസിന്റെ കുറെ ഫോർമുലാസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കമ്പയർ ചെയ്യണം. ഇതെന്താണ്? XL-ഉം XC-യും ഉണ്ട്. അപ്പം ഇവിടെ എന്തുണ്ട്? LCR സർക്യൂട്ട് ആണ്. സോ A is 3. R square and XL square ഇതൊരു LR സർക്യൂട്ട് ആണ്. റെസിസ്റ്റൻസ് ആൻഡ് ഇതുണ്ട്. അതേപോലെ തന്നെ XC എന്ന് പറയുമ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്, ഓർ CR സർക്യൂട്ട്. അപ്പം Z is equal to R എന്ന് പറയുന്നത് റെസണൻസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? A is 3, B is 4, C is 2 and D is 1. ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതോടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് LCR സർക്യൂട്ടിന്റെയും റെസണൻസിന്റെയും കോൺസെപ്റ്റ് നമുക്ക് അറിയെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആൻഡ് ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ ഓഫ് 100 volts ആൻഡ് ദി ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ ഇസ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്ര തന്നിട്ടുണ്ട്? മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? സോ ഫ്രം h/p, this is equal to h/√2m/e into v. So that will be lambda is equal to 6.63 into 10⁻⁻34 divided by root of 2 into m/e into 100 volts. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ it will be 0.127 nanometers. So correct answer is option 3, 0.127 nanometers. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. What is the value of carbon resistor with color bands of red, blue, gold and silver? നമുക്കറിയാം ആദ്യത്തെ രണ്ടെണ്ണം നമ്മുടെ കാർബൺ റെസിസ്റ്ററിന്റെ കളർ കോഡിൽ ആദ്യത്തെ രണ്ടെണ്ണം അതിന്റെ ഡിജിറ്റ്സും
മൂന്നാമത്തത് അതിന്റെ ഡെസിമൽ പോയിന്റും നാലാമത്തത് അതിന്റെ ലൈക്ക് ടോളറൻസ് വേണം കാണിക്കുക. അപ്പൊ റെഡ് എന്താണ് 2 ആണ്, ബ്ലൂ 6 ആണ്, ഇത് 0.1 ആണ്, ആൻഡ് ഇറ്റ് ഇസ് +or-10%. സോ ഇറ്റ് വിൽ ബി 2.6 +or-10% ഓം. സോ ഇതായിരിക്കും ഇതിന്റെ വാല്യൂ. സോ ഇറ്റ് വിൽ ബി ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. And the last question for the day. A galvanometer has a resistance of 100 ohm. It shows a full scale deflection for a current of 10 milliampere. Okay. To convert the galvanometer into an ammeter of a range 0 to 100 milliampere, the required shunt is. Okay. So നമുക്ക് ഒരു 100 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. അതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷന് നമുക്ക് 10 മില്ലി ആംപിയറിൽ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഷണ്ട് റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ നമ്മൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റുകയാണ്. അപ്പം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എഴുതാൻ പറ്റും ടോട്ടൽ I is equal to I ഗാൽവനോമീറ്റർ പ്ലസ് I ഷണ്ട്. ഓക്കെ. I ഷണ്ട് എത്രയാണ്? നമുക്ക് ഇവിടെ I ഷണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഷുഡ് ബി ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ പാസിംഗ് ത്രൂ ദിസ് പാർട്ട് ഓൾസോ. സോ I minus I galvanometer I minus I galvanometer I minus I shunt should be equal to I galvanometer into R galvanometer into R shunt. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ I എത്രയാണ്? 10 മില്ലി ആംപ്സ് മൈനസ് I ഷണ്ട് എത്രയാണ്? I ഷണ്ടിലൂടെ ഉള്ള കറണ്ട് നമുക്ക് ഇറ്റ് ഷുഡ് ബി നമുക്ക് ടോട്ടല് 10 മില്ലി ആംപ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 100 മില്ലി ആംപ്സ് മൈനസ് 10 മില്ലി ആംപ്സ് ഇൻറ്റു ഗാൽവനോമീറ്ററിന്റെ കറണ്ട് എത്രയാണ്? ഓക്കെ, RG I ഷണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പം ആ ഗാൽവനോമീറ്ററിന്റെ കറണ്ട് എത്രയാണ്? ഇൻറ്റു RS ഷുഡ് ബി ഗാൽവനോമീറ്ററിന്റെ കറണ്ട് 100 മില്ലി ആംപ്സ് അല്ലേ. സോ ഇറ്റ് വിൽ ബി 100 മില്ലി ആംപ്സ് ഇൻറ്റു R ഗാൽവനോമീറ്റർ. അതിൻ്റെ എത്രയാണ്? 100 ആണ്. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90 മില്ലി ആംപ്സ് ഇൻറ്റു R ഷണ്ട് ഇസ് ഈക്വൽ ടു 100 it will 0.1 amps into 100, that will be 10 amps. So അവിടെ RS എന്താണ്? 10 by 90 milliamps, that is 0.9, that will be around 11.1. ഓപ്ഷൻ നമ്പർ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നമുക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മൊത്തം വന്നത്. ലൈക്ക് നമുക്ക് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് അറിയെങ്കിൽ നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റിന്റെ ജസ്റ്റ് ഒരു ഗ്രാബ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുകയാണെങ്കിൽ. സോ നമുക്ക് വന്നത് ജസ്റ്റ് നമ്മുടെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ജസ്റ്റ് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോയിൽ നമുക്ക് അറിയെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മൊത്തം വന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നിർത്താം. ഈ സെഷൻ നിർത്തുന്നതിന് മുന്നേ നമുക്ക് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്ക് ഇനി CUETക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും ലൈക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ താഴെ നൽകിയിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ Prepwise കോഴ്സസ് നിങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. അതിന്റെ ലിങ്കും താഴെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് 2023 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ 2024 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും നോട്ട്സും ടോപ്പിക് ടെസ്റ്റ്, ലൈവ് ഡൗട്ട് ക്ലിയറൻസ്, ഇങ്ങനെ എല്ലാ സെഷൻസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മെന്റേഴ്സ് ഉണ്ടാവും. ആ മെന്റേഴ്സിനെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് നിങ്ങൾക്ക് സഹായിച്ചുകൊണ്ടിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇത് അറിയിച്ചു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ ബൈ. ഹലോ എവരിവൺ. സോ ടാർഗറ്റ് CUET 2023 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഫിസിക്സിലാണ് കൂടുതലായി ശ്രദ്ധിക്കാൻ പോകുന്നത്. എക്സ്ക്യൂസ് മീ. അപ്പം എന്തുകൊണ്ട് ടാർഗറ്റ് CUET 2023? നമുക്കറിയാം ഈ വർഷം, അതായത് 2023 CUETയുടെ രണ്ടാമത്തെ പതിപ്പാണ് വരാൻ പോകുന്നത്. അതായത് 2022 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുന്നേ
സെൻട്രൽ യൂണിവേഴ്സിറ്റി CET എന്ന് പറഞ്ഞ മറ്റൊരു എക്സാം ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വിപുലമായിട്ട് കുറച്ചുകൂടി കൂടുതൽ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം എഞ്ചിനീയറിംഗോ മെഡിക്കലോ അല്ലാതെ മറ്റൊരു ഫീൽഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ആർട്സ് സയൻസ് പോലത്തെ വിഷയങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ CUET എന്ന് പറഞ്ഞ ഈ എക്സാം എഴുതണം. JNU പോലത്തെ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ CUET എന്ന് പറഞ്ഞ ഈ ഒരു എക്സാമാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വട്ടമാണ് CUET ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് 2022 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സാമാണ്. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ കഴിഞ്ഞ വർഷം നമുക്ക് വളരെ പുതിയൊരു ഭയങ്കര ന്യൂ ആയിരുന്നു. ഇപ്പം നമുക്ക് 2022 വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഈ 2023 2023 പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ചെറിയൊരു സെഷനാണ് നമ്മൾ ഈ ടാർഗറ്റ് CUET 2023 കൊണ്ടുദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളിപ്പം 2023 അതായത് നിങ്ങൾ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് CUET-നെ കുറിച്ച് കൂടുതൽ അറിയണം, എന്തൊക്കെയാണ് അതിലത്തെ ഡൗട്ട്സുകൾ കുറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും മറ്റുമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക്ഔട്ട് ചെയ്യുക. ആ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ +1 അല്ലെങ്കിൽ ക്ലാസ് 11 പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 24 മറ്റൊരു ഗ്രൂപ്പ് കൂടി താഴത്ത് കാണാവുന്നതാണ്. തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കിനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ മുന്നേയും കുറെ സെഷൻസ് ചെയ്തിരുന്നു, അതിന് തുടർച്ചയായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. An EMF is induced when a magnet is plunged into a coil. The strength of the induced EMF is independent of. നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു കോയിലിൻ്റെ അകത്തൂടെ ഒരു മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതിനെ നമ്മൾ ലെൻസസ് ലോ എന്നൊക്കെ പറയും. അത് നമുക്കറിയാം. ആ ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? -NdΦ/dt. അതിൽ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സ് ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഫ്ലക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -d/dt of NBA. So where n is the number of turns, B is the magnetic field, A is the area. അപ്പൊ നമുക്കറിയാം സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ് എന്തായാലും ഉണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ഉണ്ട്, സ്പീഡും ഉണ്ട് നമുക്കറിയാം. അതായത് നമുക്കിവിടെ dφ/dt അതായത് നമ്മുടെ ഫ്ലക്സ് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇതിന്റെ സ്പീഡും ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ നമ്പർ 3 ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ആണ് നമുക്ക് ഇവിടെ the correct answer ആയിട്ട് വരിക. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ ഓഫ് ദി കോയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. An astronomical telescope has objective and eyepiece of focal length 1 meter and 6 centimeter respectively. To view an object 300 centimeter away from the objective, the maximum distance between two lenses of the telescope should be. നമുക്കൊരു ആസ്ട്രോണോമിക്കൽ ടെലസ്കോപ്പ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഐപീസ് ഉണ്ട്. ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒബ്ജക്റ്റീവിൻ്റെ 1 മീറ്റർ ആണ്, ഐപീസിന്റെ നമുക്ക് 6 സെന്റിമീറ്റർ ഉള്ള മറ്റൊരു ലെൻസ് കൂടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഹിയർ വി ഹാവ് ഒബ്ജക്റ്റീവ്, ഇവിടെ നമുക്കൊരു ഐപീസ് ഇതുണ്ട്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം to view an object 1/f focal length is equal to 1/v0 minus 1/u0. ഇതൊരു ലെൻസ് ആയതുകൊണ്ട് ലെൻസസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണിത് നമുക്കറിയാം. സോ 1/v0 is equal to 1/f0 plus 1/u0. ഇത് നമുക്കറിയാവുന്ന ഒരു ഫോർമുലയാണ്. അപ്പൊ ഇതിങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്കറിയാം 1/v0 നമുക്കിത് മാറ്റി എഴുതാം. 1/v0 എന്ന് പറയുന്നത് നമുക്ക് അറിയാത്തൊരു വാല്യൂ ആണ്. സോ ഓക്കെ, ദിസ് ഷുഡ് ബി ഈക്വൽ ടു നമ്മുടെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? നമുക്കറിയാം 1/100. അതേപോലെ തന്നെ നമുക്ക് 300 സെന്റിമീറ്റർ എവേ ഫ്രം ദി ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് -1/300 എടുക്കേണ്ടി വരും. സോ v0 വിൽ ബി ഈസ് ഈക്വൽ ടു 150 സെന്റിമീറ്റർ. നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്ന ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? 150 സെന്റിമീറ്റർ അവയിലായിരിക്കും. ഓക്കെ, നമുക്ക് 150 സെന്റിമീറ്റർ കിട്ടി. ആൻഡ് നമുക്കറിയാം നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് ഐപീസിലാവണല്ലോ. ഐപീസിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക്
ഇവിടുന്ന് ഇമേജ് ഇവിടെ 150 സെന്റിമീറ്ററിലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിൽ മാക്സിമം ലെങ്ത് എത്ര പറ്റുക? ഈ 6 സെന്റിമീറ്റർ കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 156 സെന്റിമീറ്റർ. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ചെയ്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത് നോക്കി, അതിനുശേഷം ഇത് തമ്മിലുള്ള ഏറ്റവും മാക്സിമം ലെങ്ത് അല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്തായിരിക്കണം? ഈ ഐ പീസിന്റെ ഫോക്കസ് പോയിന്റ് ഇമേജ് ഫോം ചെയ്യുന്ന അതേ പോയിന്റിലായിരിക്കണം. എന്നാലാണ് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുക. ലൈക്ക് ഐ പീസ് കൂടെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ ദ ടോട്ടൽ ലെങ്ത്, അതായത് 150 പ്ലസ് ആ 6 സെന്റിമീറ്റർ, ഇതിന്റെ ഫോക്കൽ ലെങ്ത് ആയ 6 സെന്റിമീറ്റർ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 156 സെന്റിമീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ യൂണിറ്റ് ഓഫ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ സർഫസ് ഇന്റഗ്രലിന്റെ യൂണിറ്റ് എത്രയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സർഫസ് ഇന്റഗ്രൽ നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇന്റഗ്രൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് E.dA. ഇതാണ് നമുക്കറിയാം. ഇത് എന്താണ്? ഇത് ഫ്ലക്സ് ആണ്. ഫ്ലക്സിന്റെ എത്രയാണ്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണിത്. സോ ഫ്ലക്സിന്റെ എത്രയാണ്? വോൾട്ട് മീറ്റർ ആണ് നമുക്കറിയാം. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് the phenomena that supports the nature പാർട്ടിക്കിൾ നേച്ചർ. എന്താണ് പാർട്ടിക്കിൾ നേച്ചർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ ഇസ്, നമുക്ക് അറിയാം ഒരു റേഡിയേഷന് 2 നേച്ചർ ഉണ്ട്. വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ വേവ്സ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് പാർട്ടിക്കിൾ നേച്ചർ ആയിട്ടുള്ള നമ്മൾ എന്താ പഠിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് കാരണം ഒരു നമ്മുടെ ഇതിന്റെ പാർട്ടിക്കിൾ നേച്ചർ, അത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിന് എനർജി ട്രാൻസ്ഫർ ആയിട്ട് അതിൽ നിന്നൊരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുന്നത്, അതൊക്കെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോളാർ സെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് 3 lenses of focal length 2 centimeter are placed close together then the power of the combination. അപ്പൊ നമുക്ക് 2 centimeter ഫോക്കൽ ലെങ്ത് ഉള്ള 3 ലെൻസസ് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ടോട്ടൽ കോമ്പിനേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1/f' is equal to 1/2 centimeter plus 1/2 centimeter plus 1/2 centimeter. That is actually equal to 3/2 centimeter. ഇത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/0.02 meters എന്ന് കിട്ടും. അപ്പം നമുക്കറിയാം power is equal to 1 by focal length. So that is 3/0.002. So that is correct answer എത്ര വരിക? നമുക്ക് 0.015 diameter. ഓക്കെ, ഇവിടെ 2 ഓപ്ഷൻസ് കറക്റ്റ് ആയി തോന്നും. ഐ ഗസ് ഇവിടെ നമുക്ക് ഇതിന്റെ സൈന് മാറിയതായിരിക്കും. ആക്ച്വലി ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നമ്പർ 3 ആണ്. എന്തായാലും ആൻസർ പോസിറ്റീവ് 0.015 diameter ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കറന്റ് ഫ്ലോയിങ് ത്രൂ 2 ohm റെസിസ്റ്റർ ഇൻ ദ ഫോളോയിങ് സർക്യൂട്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ ഉള്ള നമ്മുടെ ഈ റെസിസ്റ്ററിന്റെ അകത്തൂടെ എത്ര കറന്റ് ഫ്ലോ ചെയ്യുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഓക്കെ, ഇത് രണ്ടും പാരലൽ ആണ്. അപ്പൊ അത് പാരലൽ ആകുമ്പോൾ നമുക്കറിയാം ഇതിന്റെ 1/r is equal to 1/2 plus 1/4. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4/3. അപ്പൊ ഈ ഒരു കോമ്പിനേഷന്റെ ഇത് 4/3 ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷന്റെ ഇത് 2 പാരലൽ ആയിട്ട് വരുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? 20/3 ohm എന്ന് എഴുതാൻ പറ്റും. ആൻഡ് വി ഹാവ് എ സ്മോൾ റെസിസ്റ്റൻസ് ഓഫ് 1 ohm ഓവർ ഹിയർ. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 4/3 ohm പ്ലസ് 20/3 ohm. കാരണം ഇത് മൂന്നും സീരീസിലാണ്. ഓക്കെ, പ്ലസ് 1. സോ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9 ohm. നോട്ട് കറക്റ്റ്ലി, ദാറ്റ്സ് ഈക്വൽ ടു 9 ohm. അപ്പൊ നമുക്കറിയാം V is equal to IR അല്ലേ? V is equal to IR ആണെങ്കിൽ I എത്ര ആയിരിക്കും? V/R ആണ്. V/R എന്ന് പറയുമ്പോൾ 12/9 ആംബിയർ ആയിരിക്കും നമ്മുടെ ടോട്ടൽ കറണ്ട്. അതായത് ഈ സർക്യൂട്ടിലെ കൂടെ ടോട്ടൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 12/9 ആംബിയർ. ഓക്കെ, അങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഒരു 2 ഓമിലേക്ക് കടക്കുന്ന ഇത് 12/9 ആയിരിക്കും. ഇത് രണ്ടും സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുക?
കൂടുതൽ കറണ്ട് കുറഞ്ഞ റെസിസ്റ്റൻസിലൂടെയാണ് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ നോക്കുമ്പോൾ 1/2 പോകുന്നത്. 1:2 നമ്മുടെ ഇതിന്റെ എന്തുള്ളത്, നമ്മുടെ റെസിസ്റ്റൻസിന്റെ റേഷ്യോ ഉള്ളത്. അപ്പം കറണ്ട് ഏത് അതിന്റെ നേരെ ഇൻവേഴ്സ് റേഷ്യോയിൽ പോകും. കാരണം എന്താണ്, കുറഞ്ഞ റെസിസ്റ്റൻസിലൂടെ കൂടുതൽ കറണ്ട് പോകും നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിലൂടെ നമുക്ക് കൂടുതൽ കറണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര കറണ്ട് പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്, ശരിക്കും ഇത് 4 ഡിവൈഡ് ചെയ്യാം. 3 ഡിവൈഡ് ചെയ്യാം. കാരണം ഇത് 1:2 റേഷ്യോയിലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും 3 ഡിവൈഡ് ചെയ്യുക. അപ്പം അതിൽ 2 കൊണ്ട് അതായത് നമുക്ക് ടോട്ടൽ കറണ്ടിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.88 ആംപിയർ. ഓപ്ഷൻ നമ്പർ 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അതായത് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് കറണ്ട് ഇൻവേഴ്സ്ലി ആണ് പോലെ, ഇത് 2 ഓമിലൂടെ കൂടുതൽ കറണ്ട് പോകും, 4 ഓമിലൂടെ കുറവ് കറണ്ട് പോകും. അപ്പൊ ടോട്ടൽ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പൊ നമുക്ക് 2/3 ഇതിന്റെ ടോട്ടൽ കറണ്ടിന്റെ 2/3 ഇതിലൂടെ 2 ഓമിലൂടെ പോകുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് 0.88 ആംപിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പീക്ക് വോൾട്ടേജ് ഓഫ് കാരിയർ വേവ് ഇസ് 16 volt. What should be the peak voltage of the modulating signal to have 100% modulation? നമ്മൾ ചോദിച്ചിരിക്കുന്ന 100% മോഡുലേഷൻ വേണമെങ്കിൽ എത്ര ആയിരിക്കും നമ്മുടെ സിഗ്നലിന്റെ പീക്ക് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ പീക്ക് വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് കാരിയർ സിഗ്നലിന്റെ പീക്ക് വോൾട്ടേജ് എത്രയാണ്, 16 volt ആണ്. നമുക്ക് മോഡുലേഷൻ ഫാക്ടർ എത്രയാണ്, 1 ആണ്. 100% കിട്ടണം, അപ്പോൾ ഫാക്ടർ എത്രയാണ്, 1 ആണ്. ആൻഡ് നമുക്ക് അറിയേണ്ടത് എന്താണ്, നമുക്കറിയാം മോഡുലേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു AC ബൈ A മോഡുലേഷൻ. ഓക്കെ, സോ സോറി AM ബൈ A കാരിയർ. ഓക്കെ, സോ ഇത് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, AM ഇസ് ഈക്വൽ ടു 16 volt. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. An astronomical telescope has an objective of focal length 20 meter, eyepiece of focal length 2 centimeter. The length of the telescope tube is, ഈ ടെലസ്കോപ്പ് ട്യൂബിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 20 മീറ്റർ പ്ലസ് എത്രയാണ് നമ്മുടെ ഐ പീസിന്റെ ഇത് 0.02 meters. അപ്പം ഓപ്ഷൻ ഈ എ കറക്റ്റ് ആണ് നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 meters. അപ്പം എ കറക്റ്റ് ആണ്. ഇനി അടുത്തത് മാഗ്നിഫിക്കേഷൻ നോക്കാം. മാഗ്നിഫിക്കേഷൻ വെച്ചാൽ എന്താണ്, ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ബൈ eyepiece, that is equal to 20 divided by 0.02, that is equal to 1000. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ് നമുക്ക് മനസ്സിലായി. ഇനി സി ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. അതായത് ഫൈനൽ ഇമേജ് ഫോംഡ് ഇസ് ഇൻവേർട്ടഡ്. യെസ്, ഓഫ് കോഴ്സ്. കാരണം നമ്മുടെ ഫൈനൽ ഇമേജ് ഇതിൽ രണ്ടും ഫോം ചെയ്യുമ്പോൾ, ലൈക്ക് ഇവിടെ നമുക്ക് സ്ട്രേറ്റ് ഇമേജ് കിട്ടുകയാണെങ്കിൽ ഇത് ഇവിടേക്ക് എത്തുമ്പോൾ, സോറി ഇത് ലൈക്ക് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി എന്ന് വരുന്ന സാധനമാണെങ്കിൽ ഇവിടെ ഇൻവേർട്ടഡ് ഫോം ചെയ്യും. ഇവിടെ അടുത്ത ഫോക്കൽ ലെങ്ത് ലൈനോടെ ഇവിടെയും ഇൻവേർട്ടഡ് തന്നെ ആയിരിക്കും ഫോം ചെയ്യുക. സോ ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. സോ ABC ഇസ് കറക്റ്റ്. ഓക്കെ, ABC കറക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ലൈക്ക് ഓർഡറിൽ സീക്വൻസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇത് എല്ലാം കൂടി ഒരു സീക്വൻസിലാക്കി എടുക്കാം. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും, ആദ്യം ഇൻഫോർമേഷൻ സോഴ്സ് വേണം. സോ ദിസ് ഷുഡ് ബി ദ നമ്പർ 1. അത് കഴിഞ്ഞിട്ട് അതെന്താണ്, ഒരു ട്രാൻസ്മിറ്ററിലൂടെ പാസ് ചെയ്യണം അല്ലേ. അപ്പൊ ഇത് നമ്പർ 2 ട്രാൻസ്മിറ്ററിലൂടെ പാസ് ചെയ്തിട്ട് അതൊരു ചാനലിലെത്തണം. ചാനലിലെത്തിയതിനു ശേഷം അത് റിസീവറിലെത്തിയതിനു ശേഷം നമുക്ക് യൂസറിലേക്ക് എത്തണം. ഓക്കെ, ശരിക്കും ഇതെങ്ങനെയാണ്, ആദ്യം നമ്മുടെ സോഴ്സ്, ട്രാൻസ്മിറ്ററിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് പോകും, ചാനലിലേക്ക് പോകും. ചാനലിൽ നിന്ന് നമുക്ക് നേരെ ഇതിലേക്ക് പോകും, റിസീവറിലേക്ക് എത്തും. റിസീവറിൽ നിന്ന് നമ്മുടെ സിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തും. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ, അതായത് ADBEC. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഫസ്റ്റ് പേജ് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ലൈക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്.
അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. A galvanometer of resistance 250 ohms has 30 divisions and figure of merit is 16 microampere per division. It can be converted to a voltmeter to read 3 volt by connecting a resistance of. അപ്പോൾ നമുക്ക് അറിയാം R plus D into galvanometer current in the galvanometer is equal to the potential. അപ്പോൾ നമുക്ക് എത്ര പൊട്ടൻഷ്യൽ കിട്ടണം? 3 വോൾട്ട് ആണ് കിട്ടേണ്ടത്. സോ ഇപ്പോൾ കറണ്ടിൻ്റെ ഇത് നമുക്ക് നോക്കാം. സോ വി ക്യാൻ റൈറ്റ് R plus G is equal to V by IG. That is നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് V എത്രയാണ്? V is 3 വോൾട്ട് ഡിവൈഡഡ് ബൈ നമ്മുടെ എത്ര ആംബിയർ ഉണ്ട്? 30 ഡിവിഷൻ ഇൻറ്റു 16. അപ്പം 30 ഇൻറ്റു 16 മൈക്രോ ആംബിയർ. സോ ഇത് മൈക്രോ ആംബിയർ നമ്മൾ ആംബിയറിലേക്ക് മാറ്റുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇൻറ്റു 10⁻⁻6 ആംബിയർ. അപ്പം നമുക്ക് ഈ ടോട്ടൽ റെസിസ്റ്റൻസ് R plus G is equal to എത്ര കിട്ടും? 6250 ഓംസ് എന്ന് കിട്ടും. 6250 ഓം. നമുക്കറിയാം 250 ഓം നമുക്ക് ഓൾറെഡി ഉള്ള ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G എത്രയാണ്? 250 ഓം ആണെന്ന് അറിയാം. സോ R ഷുഡ് ബി ഈക്വൽ ടു 6000 ഓം. ദാറ്റ് ഈസ് 6K ഇൻ സീരീസ്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ സീരീസ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പം നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ലൈക്ക് നോക്കിയത്. 10 ക്വസ്റ്റ്യനെ നമ്മളൊരു ഡിഫിക്കൽട്ടി ലെവൽ എടുത്ത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CUET. നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി +2 ശേഷം ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഒരു പ്ലാനിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ CUET പറഞ്ഞ എക്സാം ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത്. അത് ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് കോളേജിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിലേക്ക് കയറാം. ലൈക്ക് JNU അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അങ്ങനെ പല പല യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ഏതായിക്കോട്ടെ. നിങ്ങളിപ്പം നമ്മൾ ഫിസിക്സ് ആണെങ്കിൽ ഏത്, അപ്പോൾ സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണെങ്കിൽ അതിലേ പോവാം. അല്ലെങ്കിൽ ആർട്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഈ എക്സാം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇപ്പം നിങ്ങൾക്ക് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റേ ഒരു നല്ലൊരു കിടിലൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ കയറാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ സഹായിക്കാൻ വേണ്ടി Prepwise മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ക്രാക്ക് CUET 2023. അതായത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ് ഡെഡിക്കേറ്റഡ് മെന്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചർ നിങ്ങളുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, നിങ്ങൾക്ക് സഹായങ്ങൾ നൽകുക, നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. CUET ആയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് മെന്റർ ഉണ്ടാവും നമ്മുടെ Prepwiseന്റെ ഭാഗത്ത് നിന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ചേരാൻ താല്പര്യമാണ്, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് എക്സാമിന് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ എക്സാമിലേക്ക് എത്തുകയാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ എന്തായാലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ കുറച്ച് എക്സാമിൻ്റെ ഒരു ലെവൽ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആവറേജ്, ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് എക്സാം ഒന്നുമല്ല. നമുക്ക് കോൺസെപ്റ്റ്സ് അറിയെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് CUET. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ +2 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴത്തുണ്ട്. +1 മറ്റൊരു ലിങ്ക് 2024 നിങ്ങൾ അപ്പിയർ ചെയ്യണമെങ്കിൽ മറ്റൊരു ലിങ്ക് താഴത്തുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ CUETയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ബൈ ബൈ. ഹലോ എവരിവൺ. സോ ടാർഗറ്റ് CUET 2023ലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കാണാൻ CUETക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ സ്ട്രീമിൽ ഉണ്ടാകുന്ന വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആവശ്യമാണ്. എങ്ങനെയായിരുന്നു മുന്നത്തെ എക്സാം എന്നൊന്നും അറിയാതെ നമുക്കൊരു എക്സാം ഇതുവരെ നമ്മളിപ്പം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കും. ബട്ട് CUETയിൽ കടക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രമാണ് CUET സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആകെ ഒരു വർഷത്തേ ഉള്ളൂ. അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ട് എവിടെയും ഇല്ല. പക്ഷേ നമ്മൾ Prepwise നിങ്ങൾക്കായിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ഇൻഡിവിജ്വൽ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ടാണ് ഈ ടാർഗറ്റ് CUET എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷനുമായിട്ട് വന്നിരിക്കുന്നത്.
നിങ്ങളിപ്പം CUET പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നുണ്ട്. ഓബ്വിയസ്ലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. 2 മാസത്തിനകം അടുത്ത CUET വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് തുടർ പഠനത്തിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഫീൽഡിലേക്കുള്ള എക്സാം ആണ് CUET എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു എക്സാം ആയിട്ട് മാറാവുന്ന ഒരു എക്സാം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഉള്ള എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ എന്തെങ്കിലും കുറച്ച് സംശയ നിവാരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ സഹായിക്കുന്നത്, നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ, അതായത് CUET 2023 ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് അവിടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും പറ്റും. ഇനി അഥവാ നിങ്ങൾ +1 പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2024 നടക്കുന്ന CUET കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള മറ്റൊരു ലിങ്കും കൂടി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ CUET പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനൊരു എയ്ഡായിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് CUET 2022 കുറച്ച് ഫിസിക്സ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇത് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മോഡേൺ ഫിസിക്സിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് X nuclei is given by nuclear density of uranium 235 is more than the nuclear density of He4 to helium 4. Nuclear force is both attractive as well as repulsive. Nuclear force is attractive only. Okay, അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A, D കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. A മാത്രമേ കറക്റ്റ് ഉള്ളൂ. A and C കറക്റ്റ് ആണ്. D കറക്റ്റ് ആണ്. നമുക്ക് B എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇതിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് A കറക്റ്റ് ആണോ നോക്കാം. A കറക്റ്റ് ആണ്, കാരണം നമുക്കറിയാവുന്ന R = R0 A⁻⁴ ആണ് നമ്മുടെ ഒരു റേഡിയസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. അപ്പം A കറക്റ്റ് ആണ്. സോ നമുക്ക് 4th ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് D കറക്റ്റ് ആണോ, സിയും ഡിയും ആണ് നമുക്ക് കറക്റ്റ് ആണോ അല്ലേ നോക്കേണ്ടത്. നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ അട്രാക്ഷൻ വരുന്നത്. അതായത് ഒരു പോയിന്റ് വരെ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, പിന്നെ അങ്ങോട്ട് അത് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. സോ ഓപ്ഷൻ C ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊരു സിമ്പിൾ ഒരു കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ്. 2 charges plus Q and minus 9Q are placed 10 meter apart as shown. Okay, then find the position from position of point P from Q where the net force on a test charge will be 0. അപ്പോൾ നമുക്ക് ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കാം. സപ്പോസ് ഇറ്റ് ഇസ് P is somewhere over here. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഒരു X ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കാം. 10 meters പാർട്ടിലാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മളിത് സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? KQ നമ്മുടെ ടെസ്റ്റ് ചാർജ് Q' എന്ന് വിചാരിക്കാം, by 10 plus X whole square should be equal to K minus 9Q by X square. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് X ആണെങ്കിൽ X square എന്ന് ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? we are getting X square is equal to minus 9 10 plus X whole square. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 5 meters എന്ന് കിട്ടും. not 5 meters, it will be X is equal to minus 5 meters എന്ന് കിട്ടും. -5 meters. അപ്പോൾ ക്യൂവിൽ നിന്ന് എത്ര ദൂരത്താണ് ഇതുള്ളത്? 10 minus 5 is 5 meters. ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ഗ്രിഗർ മാഡ്സൺ എക്സ്പെരിമെന്റ് when alpha particle with kinetic energy of 7.7 mega electron volt are targeted, the least distance of closest approach is found to be d1 30 picometers and Fermi meters. Now imagine the kinetic energy of the incident alpha particle is doubled, which changes the distance of closest approach to
D2, the sum of D1 plus D2 is equal to. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി നമ്മുടെ ഈ ഒരു ഗ്രിഗർ മാസ്ഡൻ എക്സ്പെരിമെന്റിൽ കൈനറ്റിക് എനർജി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ആ എക്സ്പെരിമെന്റിലുള്ള ഒരു കൺക്ലൂഷൻ. സോ ഈ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം വെൻ നമ്മുടെ ഇത് കൈനറ്റിക് എനർജി ഡബിൾ ആക്കുമ്പോൾ എന്തായും റേഡിയസ് കുറയും. സോ ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് ദി കൈനറ്റിക് എനർജി. ലൈക്ക് ഇപ്പം ആദ്യം 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടെങ്കിൽ അതിന് 30 ഫെർമിമീറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡബിൾ ആക്കുമ്പോൾ 2 into 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആകുമ്പോൾ അതെന്ത് പകുതിയാവും. ഇപ്പൊ രണ്ടുകൂടി കൂട്ടുമ്പോൾ എത്രയായി? 45 ഫൈക്കോമീറ്റേഴ്സ്. ഓപ്ഷൻ നമ്പർ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സസെപ്റ്റിബിലിറ്റി ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ്. നമുക്കിത് ഒരു ലൈക്ക് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ഹൈ 0. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്ക് എന്താ ഇത് നമ്മൾ പഠിച്ചിരുന്ന ഡയാമാഗ്നറ്റിക് എവിടെ കിടക്കും, പാരാമാഗ്നറ്റിക് എവിടെ കിടക്കും, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പം സോ അത് ആ ഒരു റേഞ്ച് നമുക്ക് അറിയാവുന്നതിൽ ഈസി ആയിട്ട് നമുക്ക് -1 -1 ലെസ് ദാൻ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഹാവിംഗ് എ ക്രോസ് സെക്ഷൻ ഏരിയ എ. current I flows through a cross section area A if drift speed is Vd and the charge of the electron is E, then the number of electrons per volume of the conductor is given by. നമുക്കറിയാം drift velocity is equal to J by Ne എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഇത് J എന്ന് പറയുന്നത് കറന്റ് ഡെൻസിറ്റി ആണ്. കറന്റ് ഡെൻസിറ്റി is equal എന്താണ്? I by A ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് N is equal to I divided by EA into drift velocity. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അടുത്ത ക്വസ്റ്റ്യനിൽ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് 2 spectral lines in Lyman series of the hydrogen spectrum and 2 series of hydrogen spectrum using Rydberg's formula R. നമുക്ക് റിഡ്ബർഗ് ഫോർമുല പ്രകാരം എന്താണ്? 1/λ is equal to 109,679 into 1/n1 square minus 1/n2 square. 1/n1 n2 are the നമ്മുടെ ലൈമൻ സീരീസ് ആകുമ്പോൾ n1 1 ആയിരിക്കും, n2 നമ്മൾ ചേഞ്ച് ചെയ്യാം. n2 2ഉം 3ഉം ആക്കുമ്പോൾ എന്താണ് ചേഞ്ച് വരിക? സോ n1 1ഉം n2 നമ്മൾ 2 ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1218 ആംസ്ട്രോങ്സും. ഇനി അതിന്റെ n2 3 ആക്കുമ്പോൾ നമുക്ക് അവിടെ എത്ര കിട്ടും? that will be 1028 ആംസ്ട്രോങ്സ്. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സോ ഇറ്റ് വിൽ ബി ഓപ്ഷൻ നമ്പർ 2. ഇവിടെ നമ്മൾ n1ഉം n2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 and 3 ആയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് the ray of incident normal a ray of light incident normally on the face of a triangular prism is totally reflected if theta is 45 degree as shown. What is the refractive index of the glass? നമുക്കറിയാം ഇൻസിഡന്റ്, ഇപ്പൊ ഇൻസിഡന്റ് ആംഗിൾ ഐയും റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആറും ആണെങ്കിൽ നമുക്കറിയാം സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈറ്റ ഓർ എൻ. ഈറ്റ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈറ്റ നോക്കാം. സോ ആൻഡ് നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി ആൻഡ് ആസ് സൈൻ തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ സൈൻ സി. അപ്പൊ സൈൻ തീറ്റ എത്രയാണ് നമുക്കിവിടെ? സൈൻ തീറ്റ ഇസ് 45 ഡിഗ്രി. സോ സൈൻ 45 ഡിഗ്രി is greater than 1 by നമ്മുടെ refractive index eta. So 1 by 45. So it's sin 45 is equal to 1 by root 2. 1 by root 2 is less than equal to eta. So eta will be greater than 1.44. So option 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങൾ 4 ഓപ്ഷൻ നോക്കുക. അപ്പം നമുക്ക് ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആയിട്ട് കാണാം. 1.41 സോറി root 2 is 1.41 not 1.44. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് an inductor of 4 millihertz
millihenry is connected across a charged 16 nanofarad capacitor. The angular frequency of free oscillation of the circuit is. നമ്മൾ ചോദിച്ചിരിക്കുന്ന റെസണൻസ് ഫ്രീക്വൻസി എത്രയാണെന്ന്. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻസ് എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസിയാണ്. സോ റെസണൻസ് ഫ്രീക്വൻസി എത്രയാണ്? ഇസ് ഈക്വൽ ടു 1/√LC. രണ്ടും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 1/√4 × 10⁻³ × 16 × 10⁻⁹. സോ ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആർ ഗെറ്റിംഗ് is equal to 1/2 × 4 × 10⁻12 6. So 6 so this is equal to 1.25 10⁵ second inverse. So option number 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഫ്രീ ഓസിലേഷൻ റെസൊണൻസ് ഫ്രീക്വൻസി ആണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. The radius of curvature of a plano-convex lens. Plano-convex lens എന്ന് പറയുന്നത് ഒരു സൈഡ് പ്ലെയിനും ആയിരിക്കും, മറ്റേത് കോൺവെക്സും ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ലെൻസിനാണ് പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ഇസ് 1.5, ഇറ്റ് വിൽ ബി. ഇതിന്റെ മെറ്റീരിയൽ 1.5 ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അറിയാം. mu is equal to 1.5 തന്നിട്ടുണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് 1/f is equal to mu minus 1 1/r1 minus 1/r2. സോ ഇത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഒരു സൈഡ് നമുക്ക് R1 രണ്ട് കേസ് തരാം. R1 is equal to infinity, ഇത് പ്ലെയിനോ കോൺവെക്സ് ആകുമ്പോൾ ഒരു സൈഡ് പ്ലെയിൻ ആകുമ്പോൾ R2 is equal to 20 സെന്റിമീറ്റർ. രണ്ടും ഇടുമ്പോൾ നമുക്ക് F is equal to, ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F is equal to 40 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എല്ലാം പ്ലസ് 40 സെന്റിമീറ്റർ ആണ്. സോ ഇറ്റ് വിൽ ബി എ കോൺവെക്സ് ലെൻസ് ദാറ്റ് ലൈസ് ഓൺ ഇറ്റ്സ് an object for a object that lies on its curved side. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതൊരു കോൺവെക്സ് ലെൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. സോ ഓപ്ഷൻ നമ്പർ 1. ഇവിടെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. കാൽക്കുലേഷനിൽ R1 ആദ്യം ഇൻഫിനിറ്റിയും R2 അതിനുശേഷം 20 വിട്ടിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ കേസിൽ തിരിച്ചു വിട്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് പിന്നെ ഒരു ആൻസർ എങ്ങനെ വരുന്നു നോക്കാം. രണ്ടും ഒരേ രണ്ടും F1 ഒന്ന് F1 ഒന്ന് F' ആണെങ്കിൽ രണ്ടും ഈക്വലും ആണ്. ഇത് 40 സെന്റിമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി എ കോൺവെക്സ് ലെൻസ് ഫോർ എ ഒബ്ജക്ട് ദാറ്റ് ലൈ ഓൺ ഇറ്റ്സ് curved side. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടു ഇൻക്രീസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് IP ഷുഡ് ബി ഡിക്രീസ്. ഒന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഇൻക്രീസ് ചെയ്യണം, ഫോക്കൽ ലെങ്ത് ഓഫ് IPs ഡിക്രീസ് ചെയ്യണം. രണ്ടാമത്തത് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഡിക്രീസ്ഡ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് IP ഷുഡ് ബി ഇൻക്രീസ്ഡ്. മൂന്നാമത്തത് ഫോക്കൽ ലെങ്ത് ഓഫ് ബോത്ത് ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഡിക്രീസ്ഡ്, FOയും FEയും ഡിക്രീസ് ചെയ്യണം. നാലാമത്തത് FO ഇൻക്രീസ് ചെയ്യണം, FEയും ഇൻക്രീസ് ചെയ്യണം. സോ ലെറ്റ് us ചെക്ക് എന്തായിരിക്കും അതിൻ്റെ ഇത് വരിക. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ M is equal to LFO D/FE ആണ്. മാഗ്നിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഡിക്രീസ് ചെയ്യണം. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എങ്ങനെയൊക്കെയാണ് CUETയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാമുകൾ സിമ്പിളായി വരിക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സ്പീഡ് കൂടി സ്പീഡും ആക്യുറസിയും കൂടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സ്കോറും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പം ഒരു ഇന്ത്യയിൽ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമുകളിലൊന്നാണ് CUET 2023. അപ്പം CUET നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി Prepwise നിങ്ങൾക്ക് വേണ്ടി പല ടൈപ്പ് ഓഫ് പാക്കേജസ് കൊണ്ടുവരുന്നുണ്ട്. അതിൽ നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്നത് എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ്, നോട്ട്സ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് മെൻറ്റേഴ്സ്, അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഓരോ മെൻറ്റേഴ്സിനെ അസൈൻ ചെയ്യും. അവർ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതായിരിക്കും. ആൻഡ് ഇവിടെയുള്ള എല്ലാ ക്ലാസ് എടുക്കുന്നതും IIM, IIT,
JNUലൊക്കെ പഠിച്ചിറങ്ങിയ ആളുകളിലൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 2 വാട്സപ്പ് ലിങ്കുകൾ നിങ്ങൾക്ക് താഴെ കാണാം. ഇന്ന് CUET 2023 എഴുതുന്ന +2 പഠിക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ടൊരു ലിങ്കും ഈ 2024 അതായത് അടുത്ത വർഷം CUET അപ്പയർ ചെയ്യാൻ പോകുന്ന +1 പഠിക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ട് മറ്റൊരു ലിങ്കും കാണാം. ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രെപ്വൈസിന്റെ കൂടുതൽ കോഴ്സസിനെ കുറിച്ച് അറിയണമെങ്കിൽ ലിങ്കുകളും മറ്റും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് CUET 2023 CUET അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ നിർത്താം. അടുത്ത സെഷനായിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾ ഏതൊരു എക്സാമിനേക്ക് കടക്കുകയാണെങ്കിലും അതിന് മുന്നത്തെ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ നോക്കിയിട്ടാണ് സാധാരണ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാറുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം, അതായത് CUET ആദ്യമായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് പോകുമ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണമെന്ന് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഈ 2023 രണ്ടാമത്തെ CUET രണ്ടാമത്തെ പതിപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ അതിന്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് അത്ര വൈഡ്ലി അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ലൈവ് സോൾവിങ് സെഷനാണ് ഇന്ന് നമുക്ക് ടാർഗറ്റ് CUET 2023 എന്ന് പറയുന്ന ഈ സെഷനിൽ നിങ്ങളോട് പ്രെപ്വൈസ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇന്ന് സോൾവ് ചെയ്യാം. ബാക്കിയുള്ള കുറച്ച് സെഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് സെഷൻസ് നമ്മൾ ഇനിയും കവർ ചെയ്യാനുമുണ്ട്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് നമ്മളൊരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 2023 നിങ്ങൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് പ്രിപ്പറേഷൻസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് CUETയുടെ പല പാക്കേജസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾ 2023 എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, CUET എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമയാസമയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതും ചെക്കൗട്ട് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ 2024 അതായത് നിങ്ങളിപ്പോൾ +1 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും ഒരു സെപ്പറേറ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ തുടർ പഠനത്തിന് പോകണമെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ CUET തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അതിനായിട്ടുള്ള സഹായത്തിന് കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി പ്രെപ്വൈസ് എപ്പോഴും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം എന്തൊക്കെയാണ് ഈ നമ്മുടെ CUETയിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ സെയിം പാരഗ്രാഫ് വെച്ചിട്ടാണ്. ഞാൻ ആദ്യം തന്നെ പാരഗ്രാഫിലേക്ക് കടക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ 1930 it was observed that solid state semiconductor material offer the possibility of controlled flow of electron through them. Just providing small voltage, heat or light, the number of charge carriers in semiconductors can be altered. The devices made up of these materials do not require external heating or large space for operation, unlike vacuum tube. The same conductor devices have long life and high reliability. Therefore, these materials form the basis of new development in technology. Now, more compact, efficient and reliable circuits can be developed using semiconductors materials on the devices. ഓക്കെ, നമുക്ക് പറയുന്നത് ജസ്റ്റ് ഒരു സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ നോക്കാം. ഐഡന്റിഫൈ ദ മെറ്റീരിയൽ ഫ്രം ദി ഫോളോയിങ് വിച്ച് ഇസ് സെമി കണ്ടക്ടർ. അതായത് സെമി കണ്ടക്ടർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണ്? നമുക്കറിയാം സിലിക്കൺ ഇസ് എ സെമി കണ്ടക്ടേഴ്സ്. ഓപ്ഷൻ 2 ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ക്യാൻ ബി ഓഫ് 2 types. വി നോ ദാറ്റ്. ഏതൊക്കെയാണ്? N ടൈപ്പും P ടൈപ്പും. What will be the minority carriers in P-type semiconductors? P-type semiconductors എന്തായിരിക്കും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്? P-typeൽ ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ബട്ട് N-typeൽ നമുക്കറിയാം, P-typeൽ നമുക്ക് ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആൻഡ് ദി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് വിൽ ബി ഹോൾസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
According to the band theory, which of the following is considered as semiconductor materials? അതായത് കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ രണ്ട് ബാൻഡ്സും കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ അതിൽ തമ്മിലുള്ള ഗ്യാപ്പ് സീറോ ആയിരിക്കണം. അതെന്താണ്? അതൊരു കണ്ടക്ടർ ആയിരിക്കും. ഇനി വളരെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു ഇൻസുലേറ്റർ ആയിരിക്കും. ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ദാറ്റ് വിൽ ബി വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിൽ അതൊരു സെമി കണ്ടക്ടർ ആയിരിക്കും. സോ ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ഫോർ എ സോളാർ സെൽ? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസിക്കലി എ PN ജംഗ്ഷൻ ഡയോഡ്. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ബേസിക്കലി എ PN ജംഗ്ഷൻ ഡയോഡ്. Its characteristics lies in the fourth quadrant. It requires an external bias for its operation. It does not draw current but supplies the same to the load. Okay, from this question number 4 നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് അറിയാം, ഇത് കറക്റ്റ് ആണെന്ന് അറിയാം. ഇത് രണ്ടിനാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്. എക്സ്റ്റേണൽ നമ്മൾ ഒരു ബയസ് കൊടുക്കണം, ഇതിനൊരു ബയസ് എന്തായാലും കൊടുക്കണം. സോ ഓപ്ഷൻ 3 is also a correct answer. So ഓപ്ഷൻ 4 ആണ് നമ്മുടെ നോട്ട് കറക്റ്റ്. ഓപ്ഷൻ കറക്റ്റ് 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ എ സെമി കണ്ടക്ടർ അറ്റ് തെർമൽ ഇക്വിലിബ്രിയം ഇസ് ഗിവൺ ബൈ ദ റിലേഷൻ. അറിയാം, NeNH is equal to Ni², which is the correct answer. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് നമ്മൾ ഡയറക്റ്റ് ഈ റിലേഷൻ നമ്മൾ നമ്മുടെ NCET ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. അപ്പം കൂടുതൽ കൺഫ്യൂഷൻസിന് ആവശ്യമൊന്നുമില്ല. NeNH is equal to Ni². ഐ ഗസ് ഇവിടെ ഒരു ടൈപ്പോ ഉണ്ട് എന്ന്, ഇവിടെ NH ആയിരിക്കണം. സോ ഇറ്റ് വിൽ ബി Ni². ഓർ യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇനി ഒരു 5 ക്വസ്റ്റ്യൻസ് മറ്റൊരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ്. ദ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒരു ബേസ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഞാൻ പാരഗ്രാഫ് ആദ്യം വായിക്കാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് YDSC is among the most famous experiments. It is used to verify the wave nature of the light. In this experiment, alternate bright and dark region are seen in the screen due to constructive and destructive superposition of light respectively. Huygens theory and superposition principle completely describes all the experimental findings in Young's double slit experiment. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കുറച്ചൊരു ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വെൻ വൺ സ്ലിറ്റ് ഇസ് ക്ലോസ്ഡ് ദെൻ. ഇപ്പൊ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എങ്ങനെയാണ്? 2 സ്ലിറ്റ് ഉണ്ട്, ഇതിലൂടെ കറണ്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ബ്രൈറ്റ് റീജിയൻസും ഡാർക്ക് റീജിയൻസും കാണാൻ പറ്റും. ലൈക്ക് ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ പാറ്റേണിൽ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പൊ നമുക്ക് ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവോ ഇല്ല എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡിക്രീസസ്, ഇന്റർഫറൻസ് പാറ്റേൺ disappears and we see a uniform illumination. Intensity of bright fringes decreases. Position of dark fringe and bright fringes and dark fringes interchanges. Intensity of bright fringes also decreases. Fringe width of both ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഡിക്രീസസ്. നമ്മൾ ഇത് ഒരു സ്ഥലം ഇതാക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ഇന്റർഫറൻസ് പാറ്റേണെ കാണാണ്ടാവും. ഓക്കെ, സോ ഇന്റർഫറൻസ് ഉണ്ടാവില്ല. ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ is placed symmetrically with respect to the slits S1 and S2. Separation between them is D. Screen is placed at a distance D from the slits. What is the separation in the centers of 10th bright fringe and 3rd dark fringe എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 3rd ഡാർക്ക് ഫ്രിഞ്ചും ഇവിടെ നമുക്ക് S1 ഉണ്ട്, സ്ലിറ്റ് 1 ഉണ്ട്, സ്ലിറ്റ് 2 ഉണ്ട്. ഇവിടെ സോഴ്സിൽ നിന്ന് ഇങ്ങനെ പോകുന്നു ആൻഡ് ഇറ്റ് ഇസ് D. ആൻഡ് ഇവിടെ നമ്മുടെ സ്ക്രീൻ ഉണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. നമുക്കിവിടെ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് വരണമെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താണ്? ബ്രൈറ്റ് ഫ്രിഞ്ചസ് വരുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? N lambda d/d. ഓക്കെ, ആൻഡ് ഫോർ എ ഡാർക്ക് ഫ്രിഞ്ച് ഇറ്റ് ഈസ് 2n + 1 lambda d/d. ഓക്കെ, നമുക്കിവിടെ 10th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 10 lambda d/d. ആൻഡ് 3rd ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 into 3, that is 2n + 1 2n - 1, sorry, it's not 2n + 1, 2n - 1 lambda d/d.
സോ ഇവിടെ 3 ഇടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടും. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ by 2d, right? Lambda sorry, it will be this by 2 also, n lambda d by 2. So this will be like this. So നമുക്ക് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So it will be 20. So ഇത് എന്തായാലും ഇത് നമ്മളെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് കുറയ്ക്കുക. So 20 lambda d by d 2d minus 5 lambda d by 2d. So that will be 15 lambda d by 2d. So correct answer will be 4. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In the Young's double slit experiment, I1 equal to I2 equal to I0. അതായത് ഇതിന്റെ എല്ലാത്തിന്റെയും ഇന്റൻസിറ്റി സെയിം ആണ്. And intensity at a point on the screen where path difference is lambda by 4. Sorry, lambda by 4. Okay. Lambda by 4 path difference വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്റൻസിറ്റി ഇക്വേഷൻ എന്താണ്? ഇന്റൻസിറ്റി at a point is equal to I1 plus I2 plus 2 root I1 root I2 cos theta. ഇത് ഫേസ് ഡിഫറൻസും പാർട്ട് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് എന്താണ്? 2 ലാംഡ ബൈ 2 പൈ ബൈ ലാംഡ ഇൻറ്റു ദ പാർട്ട് ഡിഫറൻസ് ആണ് നമുക്ക് ഫേസ് ഡിഫറൻസ് കിട്ടുക. സോ നമുക്കിവിടെ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ബൈ 4. സോ ദാറ്റ് വിൽ ബി പൈ ബൈ 2. സോ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2. സോ ദിസ് വിൽ ബി 1. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? അപ്പം ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഐ plus 2 root I. So ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? I is equal to 4I0. സോ ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. In a standard setup of Young's double slit experiment, fringe width is beta. Now the whole apparatus is immersed inside a medium of refractive index root mu r by eta r, epsilon r. Fringe width inside the medium. നമുക്ക് ഇത് രണ്ടും റിലേറ്റീവ് പെർമിയബിലിറ്റിയും ഇതാണെന്ന് നമുക്കറിയാം. സോ നമുക്കറിയാം ബീറ്റ നമ്മുടെ ഒരു ഫ്രിഞ്ച് വരുന്നത് എങ്ങനെയായിരിക്കും? ബീറ്റ എൻ ലാംഡ ഡി ബൈ ഡി ആണെന്ന് അറിയാം. അപ്പം നമുക്ക് ഇതിന്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ലൈക്ക് നമ്മളൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് എന്താ ലാംഡ എന്തായി മാറും? ലാംഡ ഡാഷ് ആവും. അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി ലാംഡ ബൈ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ദിസ് വിൽ ബി ചേഞ്ചിങ് ടു decreasing to refractive index under divide ചെയ്യാം. So it will be beta by refractive index now. So when we change the refractive index എന്താണ് ഈ കേസിൽ? root mu. Okay, the beta will be beta dash will be beta by root of mu r epsilon r. So correct answer എന്താണ്? ഓപ്ഷൻ നമ്പർ 3. അതായത് നമ്മുടെ ലാംഡ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബീറ്റയും കുറയും. സോ അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ. ഓക്കെ, സോ നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ബി ഡിക്രീസിംഗ് ടു ബീറ്റ ബൈ mu r epsilon r. അടുത്ത ക്വസ്റ്റ്യൻ. Two sources S1 and S2 are coherent and sending light of intensity 4I and I to screen. The ratio of maximum intensity to the minimum intensity at the screen will be. അപ്പോൾ നമുക്ക് Imax by Imin എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? Imin that is equal to root I1 plus root I2 divided by root I1 minus root I2 whole square. ഓക്കെ, ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4I root plus root I divided by 4I minus root I whole square. So ഇത് നമുക്ക് when we compute this we'll get root 4I minus this is 5I by 3I, that is 25 is to രണ്ടും എത്രയും we'll get root 5I divided by root 3I. രണ്ടും സ്ക്വയർ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് വിൽ ബി 5 by root 3 or 25 by 25 is to 9 എന്നുള്ള ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓക്കെ. root 1 is I നമ്മൾ പുറത്തെടുക്കാം. സോ ദാറ്റ് വിൽ ബി നോട്ട് 25 is to 1. സോറി, മിസ്റ്റേക്ക്, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരരുത് ഇങ്ങനെ. ഓക്കെ, സോ I പുറത്തെടുക്കുമ്പോൾ I root 4 plus root 1. root 1 is 1 divided by root 4 minus 1. That will be
that will be 3/1 whole square, that is 9:1. ഓപ്ഷൻ നമ്പർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. വളരെ നമുക്ക് കോൺസെപ്റ്റ്സ് അറിയെങ്കിൽ, കോൺസെപ്റ്റ്സ് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് അറിയെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ +2 ശേഷം നിങ്ങൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ എന്തായാലും CUET എഴുതണം, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് Prepwise നിങ്ങളുടെ സഹായത്തിനുണ്ട്. നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ കോഴ്സിന് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിൽ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് കുറെ എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ പ്രോഗ്രസ് അവർ ട്രാക്ക് ചെയ്യും. അതിനനുസരിച്ചുള്ള ഇൻപുട്സ് അവർ തരുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ തീർച്ചയായും ടോപ്പിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, നോട്ട്സ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതോടൊപ്പം തന്നെ IIM, JNU, IITs എന്നൊക്കെ പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ്സും തരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2023 നിങ്ങൾ +2 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2023 CUET ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതോടൊപ്പം തന്നെ +1 നിങ്ങൾ പഠിക്കുന്നെങ്കിൽ മറ്റൊരു 2024 CUET എഴുതുന്നവരാണെങ്കിൽ അതിനുമുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഓക്കെ, ആൻഡ് നമ്മുടെ കോഴ്സസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 2023 നിങ്ങൾ എഴുതാൻ പോവുകയാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ഫോർ ഇറ്റ്, ആൻഡ് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം.